അൽഹംദുലില്ലാ ആ കാല് മുറിക്കേണ്ട സാഹചര്യം മാറിയിരിക്കുന്നു. എന്താ പേര്? എൻ്റെ പേര് റഷീദ്. നിങ്ങളുടെ പേരോ? ഉഷാദ്. നിങ്ങളുടെ പേരുമോ? ഭാര്യയാണ്. എന്താണ് ശരിക്കും നിങ്ങളുടെ കാലിന് ഫസ്റ്റ് സംഭവിച്ചത്? ഷുഗർ തന്നെ ഷുഗർ തന്നെ ഒന്നാണ്. എന്നിട്ട് വിരൽ മുറിച്ചു. അപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞ മൂന്നാമത്തെ വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. അത് മുറിച്ചു. അത് കഴിഞ്ഞ നവംബർ 13 മുറിച്ചതാ. അതിനുശേഷം തുടങ്ങലില്ല. 3 വിരൽ മുറിച്ചു. ഉണങ്ങുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാനും മോനും അവിടെ മരുന്നൊക്കെ വെക്കാൻ ഈ വിരലും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 4ാമത്തെ വിരലും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ മോനോട് പറഞ്ഞു വേണ്ട വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനെ നിൽക്കുമ്പോ ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ ഒരാളവിടെ വന്നേക്കുന്നു. അപ്പൊ ആള് പറഞ്ഞു വിരലൊന്നും കൊടുക്കണ്ട, കാല് കൊടുക്കണ്ട. ആള് വന്നേക്കുന്നത് നേരെ ഇവിടെ വരാൻ പറഞ്ഞു. മാറി കാണിക്കാൻ വേണ്ടി വന്നേക്ക ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ആള് പറഞ്ഞപ്പോ ഞങ്ങളുടെ എത്തി. ആ ഞായറാഴ്ച ഇവിടെ വരെയും ചെയ്തു. ഇപ്പോഴും അങ്ങനെ നമ്മൾ ചികിത്സ തുടങ്ങിയല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ വളരെ സന്തോഷം. എന്താ വെച്ചാൽ അവിടെ വന്ന് എനിക്ക് കാലിപ്പോ കാണുമ്പോ തന്നെ ബേജാറ് മാറി. ബേജാറാക്കണ്ട, സന്തോഷമല്ലേ? ഇപ്പൊ നമുക്കൊരാളായിട്ട് സംസാരിക്കാനോ ചിരിക്കാനോ വർത്താനം പറയാനോ ഒക്കെ കുഴപ്പമില്ല. ഇനി എന്തായാലും കാല് മുറിക്കണ്ടല്ലോ. വേണ്ട, ഇനിയിപ്പോ കാലും വേറൊന്നും മുറിക്കണ്ട. ഇല്ല, എന്റെ മോനെ തന്നെയാണ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ല, ഓനാണ് ഇതിന്റെ ആളിട്ടോ. നിങ്ങളെ മകനുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭാര്യയും മകനും അവര് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അറിയോ, ഞാൻ എപ്പോ നോക്കുമ്പോൾ നിങ്ങളെ മകൻ നിങ്ങളെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ മക്കളൊക്കെ അപൂർവമാണ്. ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല രാവിലെ പോലെ ഇവിടെ ഏതെങ്കിലും ഒരു മക്കൾ വാപ്പാന്റെ കാലിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇഷ്ടംപോലെ. നിങ്ങളെ മകൻ എപ്പോഴും നിങ്ങളെ കൂടെയുള്ളത്, അതാണ് ശരിക്കും നിങ്ങളെ ഈ മുറിവ് ഉണങ്ങാനുള്ള കാരണം. ഞാൻ മരുന്ന് വെച്ചതൊന്നുമല്ല, അതെന്തായാലും പറച്ചോൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കും. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യണമല്ലോ. അത് നിങ്ങളെ മകനും നിങ്ങളെ ഈ ഭാര്യയൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ്. മരുന്ന് വെച്ചപ്പോ തന്നെ പറഞ്ഞു ശരിക്ക് കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിനക്ക് മുറിവ് മാറ്റി തരാന്ന് പറഞ്ഞു. അത് മതിയെന്ന് പറഞ്ഞു. അതെ. മോനെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു മാറിയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പോയി കരുതാണല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ നിന്ന് മുറിച്ചാൽ പിന്നെ അവിടെ മേലേക്ക് മുറിച്ചു പോകുന്നതാണ് പറഞ്ഞത്. ഏതായാലും ഞാനും നല്ല സന്തോഷത്തിലാണ്. ഉമ്മ എന്ത് തോന്നിയപ്പോ?